ഹേ എവ്രിവൺ, ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഇന്ന് ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നൊരു ഡേ ആണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പോൾ സ്ഥലം എവിടേക്കാന്നൊക്കെ നിങ്ങൾ വഴിയാ അറിയും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഊബർ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുപ്പിന് 5:30. അപ്പോൾ അതിൽ കയറി ട്രെയിൻ സ്റ്റേഷനിലെത്തി, ട്രെയിൻ എടുത്ത് പിന്നെ ട്രെയിൻ മാറി കയറി അങ്ങനെ ഇപ്പോൾ JFK എത്തി. ചെക്കിനും ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് കഴിക്കാന്ന് വെച്ചിരിക്കാം. ചീസ് ബർഗർ, പിന്നെ ചിക്കൻ ബർഗർ, ഷാക്ക് സ്പെഷ്യൽ, ക്രീം ആൻഡ് കുക്കി. ഇനി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കിനി ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്ത് പോകണം. അവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നിടുക. അപ്പോൾ ഞങ്ങളെ ഹണിമൂണിന് മെക്സിക്കോയിലോട്ട് പോവുകയാണ്. ഒരു വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പിൽ അവസാനം മെക്സിക്കോയിൽ പോയിട്ട് ഹണിമൂൺ ആഘോഷിക്കുന്ന എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ലൈഫിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ മെക്സിക്കോ പോകുന്നത്? ഫ്ലൈറ്റ് എത്തി. മെക്സിക്കോ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശരിക്കും ഇവർ എത്ര വട്ടം ഹണിമൂൺ പോകുന്നു. കാരണം ഇതിന് ഓൾറെഡി നമ്മൾ ഹൈദരാബാദും ചെന്നൈ ബാംഗ്ലൂരും കേരള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോക്കും വരവ് തന്നെയായിരുന്നു. പിന്നെ പോണ്ടിച്ചേരി, പിന്നെ നമ്മൾ നൈഗ്ര ഫോൾസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ സ്ഥലങ്ങൾ നമ്മൾ ഒരുമിച്ച് പോയി കഴിഞ്ഞു. പിന്നെ ഇത് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വെക്കേഷൻ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തിരിച്ചു തന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് എല്ലാം മറന്നിട്ട് പോകുന്നൊരു വെക്കേഷൻ. അപ്പോൾ അത് സൂപ്പറായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. Departure. We appreciate your cooperation and once again welcome aboard. ഞാൻ പണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ആ കാര്യമായിരുന്നു. എങ്ങനെയായിരിക്കും, പേടിയാവോ, എങ്ങനെയായിരിക്കുമോ എന്നുള്ള വ്യൂ എന്നൊക്കെ ഉള്ളത് ആലോചിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും വ്യൂ. പിന്നെ ആദ്യമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു എയർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതൊന്നുമില്ല. അത് ചെറിയ പ്രഷറിൻ്റെ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മെക്സിക്കോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ വളരെ ഈസി ആയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടാണ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ. പിന്നെ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മാർഗ്രറ്റ് ഷോപ്സും പിന്നെ ടക്കിയിലേക്കാണുള്ള ഒരു മെയിൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞു സ്റ്റോളിലൊക്കെ ആയിട്ട് വിൽക്കുന്ന കാണാം. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ഓഫിനും വരുന്ന ടീമിന്റെ സൈൻസ് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ് കോഡൊക്കെ. അപ്പോൾ അത് കാരണം നമുക്ക് ഈസി ആയിട്ട് അവരെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇമിഗ്രേഷൻ എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ US വിസ കാണിച്ചു. അവർ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു 7 ദിവസത്തേക്ക് ടെമ്പററി സ്റ്റേ എന്നുള്ള രീതി തന്നു. നമുക്ക് 4-5 ദിവസമുള്ളൂ. അപ്പോൾ ഓൾ ഗുഡ്. ഇമിഗ്രേഷൻ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ബാഗേജ് ക്ലിയറൻസും ആയി. പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റി. മാക്സിമം ഒരു 20 മിനിറ്റ്. ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ മഞ്ഞത്ത് നിന്ന് 0 ഡിഗ്രി തണുപ്പെന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ മിനി വാനിലാണ് നമ്മൾ പോകുന്നത് റിസോർട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിക്കപ്പും ഡ്രോപ്പ് ഓഫ് ഇവർ തന്നെ ചെയ്യും. ഇത് എക്സ്പീഡിയ ത്രൂ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളൊന്നും വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവർ തന്നെ ഡീൽ ചെയ്യും. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. അപ്പോൾ നമ്മളെ അവർ വന്ന് വെൽക്കം ചെയ്ത് നമ്മൾ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി റൂം അസൈൻ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അതുവരെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിനകത്ത് തന്നെ ഒരു 4-5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ റിസർവേഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഓൾറെഡി ബുക്ക് ചെയ്തിടണം. എന്നാൽ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഭയങ്കര ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇപ്പം ഇന്നത്തെ പ്ലാൻ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യുന്നു, എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് പുറത്തൊക്കെ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം എന്നുള്ളതാണ്. പിന്നെ നാളെയാണ് നമ്മളുടെ ഫുൾ വ്ളോഗായിട്ട് ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഉള്ള വിശേഷങ്ങൾ. അപ്പോൾ സീ യു അണ്ടിൽ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.